സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തൃശൂർ ജില്ലയിൽ മസ്റ്ററിംഗ് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ. തൃശൂരിൽ 2 നിന്നായി 14,883 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ തപ്പി എക്സൈസ്. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പുലിക്കളി ആവേശത്തിലേക്ക് തൃശൂർ. പുലിക്കളി സംഘങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ബുധനാഴ്ച നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കാലടി എസ്റ്റേറ്റിൽ കാട്ടാന കാർ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. കാർ യാത്രക്കാർ ആന വരുന്നത് കണ്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരു വിഭാഗത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ച് നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗ് ഉണ്ടാകും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തിരുവനന്തപുരത്ത് ആദ്യഘട്ട മസ്റ്ററിംഗ് ഈ മാസം 18 മുതൽ 24 വരെ നടക്കും. 2ാം ഘട്ടമായി കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ 7 ജില്ലകളിൽ ഈ മാസം 25 മുതൽ ഒക്ടോബർ 1 വരെയും മസ്റ്ററിംഗ് നടത്തും. പാലക്കാട്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർകോട് ഒക്ടോബർ 3 മുതൽ 8 വരെയും മസ്റ്ററിംഗ് നടത്തും. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഒക്ടോബർ 31-നകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. അംഗങ്ങളെല്ലാം നേരിട്ടെത്തി ഈ പോസിൽ വിരൽ പതിക്കണം. തൃശൂരിൽ 2 നിന്നായി 14,883 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ തപ്പി എക്സൈസ്. ഉത്രാട ദിനത്തിലാണ് സംശയകരമായ സാഹചര്യത്തിൽ ഉല്ലൂക്കരയിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ നിന്ന് 1,320 ലിറ്റർ സ്പിരിറ്റും പട്ടിക്കാട് ചെമ്പൂത്രയിലെ കാലിത്തീറ്റ ഗോഡൌണിൽ നിന്ന് 13,563 ലിറ്റർ സ്പിരിറ്റും പിടികൂടിയത്. ഗോഡൌൺ വാടകയ്ക്കെടുത്ത ജോജി, സഹായ്, ജോഷി എന്നിവരെ പ്രതിയേർത്താണ് അന്വേഷണം നടക്കുന്നത്. പിടിച്ചെടുത്ത സ്പിരിറ്റ് കോടതിയിൽ ഹാജരാക്കി. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തൃശൂർ റേഞ്ച് എക്സൈസും എക്സൈസ് ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് വൻ സ്പിരിറ്റ് ശേഖരം പിടികൂടിയത്. പുലിക്കളി ആവേശത്തിലേക്ക് തൃശൂർ. പൂങ്കുന്നം സീതാറാം ദേശം പുലിക്കളി സംഘത്തിന്റെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. പുലിക്കളി സംഘം കൺവീനറും ഡിവിഷൻ കൌൺസിലറുമായ AK സുരേഷ്, കോർഡിനേറ്റർ കേശവദാസ്, പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. പുലിമുഖം, അരമണി, പാദമടക്കമുള്ള ചമയങ്ങൾ അണിനിരത്തിയാണ് പ്രദർശനം. ചൊവ്വാഴ്ച വൈകിട്ട് വരെയാണ് പ്രദർശനം. നിരവധി പേരാണ് ചമയ പ്രദർശനം കാണാനെത്തുന്നത്. ബുധനാഴ്ചയാണ് പുലിക്കളി. ഇത്തവണ 7 ടീമുകളാണ് പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. തൃശൂർ നഗരം നാലോണ നാളിലെ പുലിക്കളി ചൂടുകൾക്കായി കാതോർത്തിരിക്കുമ്പോൾ കുമ്മാട്ടിക്കൂട്ടങ്ങളുടെയും പുലിച്ചുവടുകളുടെയും താളമേളങ്ങളുടെയും ആവേശത്തിലമർന്ന് നഗരപ്രാന്തങ്ങൾ. രണ്ടോണ നാളിൽ കുമ്മാട്ടിയുടെ ഈറ്റില്ലമായ കിഴക്കുംപാട്ടുകരയിലെ പരമ്പരാഗത കുമ്മാട്ടിക്കളി സംഘമായ തെക്കുമുറി ദേശവും നെട്ടിശ്ശേരിയിൽ വൃന്ദാവൻ ക്ലബ്ബും കുമ്മാട്ടിക്കളി ഘോഷയാത്രയിലൂടെ കാണികളെ ആവേശത്തിൽ ആറാടിച്ചപ്പോൾ ചേറൂർ പാണൻ ലൈൻ പുലിക്കളി സംഘം പുലിക്കളി മഹോത്സവം സംഘടിപ്പിച്ചാണ് കാണികളെ ആവേശത്തിൽ ആറാടിച്ചത്. SNA വേട്ടക്കരൻ ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച തെക്കുമുറി ദേശത്തിന്റെ കുമ്മാട്ടി ഘോഷയാത്ര കിഴക്കുംപാട്ടുകര പനമുക്കുംപിള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം വഴി ചേലക്കോട്ടുകരയിൽ ചെന്ന് തിരിച്ച് SNAയിൽ സമാപിച്ചു. നെട്ടിശ്ശേരി വൃന്ദാവൻ ക്ലബിന്റെ നേതൃത്വത്തിൽ നാദസ്വരം, ബാൻഡ് വാദ്യം, നാസിക് ദോൾ, തെയ്യം, ബട്ടർഫ്ലൈ ഡാൻസ്, പ്രച്ഛന്ന വേഷങ്ങൾ, ടാബ്ലോ തുടങ്ങിയവയുടെ അകമ്പടിയോടെ അരങ്ങേറിയ കുമ്മാട്ടിക്കളി നൂറുകണക്കിന് കാണികൾ ആവേശപൂർവ്വം ആസ്വദിച്ചു. ചേറൂർ പാണൻ ലൈൻ പുലിക്കളി സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുലിക്കളി മഹോത്സവം നാലോണ നാളിൽ തൃശൂർ സ്വരാജ് റൗണ്ടിന് പുളകം കൊള്ളിക്കാറുള്ള പുലിക്കളിയെ അനുസ്മരിപ്പിച്ചു. നാദസ്വരം, ബാൻഡ് വാദ്യം, കരകാട്ടം തുടങ്ങിയവയുടെ അകമ്പടിയോടെ പുലിക്കൊട്ടിന്റെ താളത്തിൽ മനുഷ്യപ്പുലികൾ പുലിച്ചുവടുകൾ വെച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളിൽ പുലിക്കളി ആവേശം അണപൊട്ടി. 3 ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം കിഴക്കുംപാട്ടുകര വടക്കുമുറി ദേശത്തെ 7 ക്ലബ്ബുകൾ സംഘടിപ്പിക്കുന്ന കുമ്മാട്ടിക്കളി മഹോത്സവം അരങ്ങേറും. ഫെസ്റ്റിവൽ ഡെസ്ക് TCV.
രണ്ടോണ നാളിൽ സാംസ്കാരിക നഗരിയെ ആവേശത്തിലാഴ്ത്തി നായ്ക്കനാൽ ദേശകുമാട്ടി സംഘം. കുമ്മാട്ടി മുഖങ്ങൾക്കൊപ്പം തെയ്യം, കലാരൂപങ്ങൾ, നാഗസ്വരം, ബാൻഡ് സെറ്റ്, പോപ്പർ എന്നിവ കൂടി അണിനിരുന്നത് ഉത്സവാഘോഷത്തിന് മാറ്റുകൂട്ടി. വിവേകോദയം സ്കൂളിൽ നിന്ന് ആരംഭിച്ച കുമ്മാട്ടി ഷൊർണൂർ റോഡിലൂടെ ദേശം ചുറ്റി നായ്ക്കനാലിലെത്തി സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് കുമ്മാട്ടി സംഘത്തിന് അകമ്പടിയായി ഘോഷയാത്രയിൽ അണിനിരുന്നത്. മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ മഹോത്സവത്തിൽ പങ്കാളികളായി. നായ്ക്കനാൽ ഫ്രണ്ട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കുമ്മാട്ടി മഹോത്സവം സംഘടിപ്പിച്ചത്. ക്ലബ് രക്ഷാധികാരി ടി ആർ ഹരിഹരൻ, പ്രസിഡന്റ് ടി എച്ച് രാമചന്ദ്രൻ, സെക്രട്ടറി സി ആർ രാമദാസ്, ട്രഷറർ അഭിജിത്ത് പാറമേൽ എന്നിവർ നേതൃത്വം നൽകി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ നഗരത്തിൽ നടക്കുന്ന പുലിക്കളിയോടനുബന്ധിച്ച് ബുധനാഴ്ച നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. രാവിലെ മുതൽ സുരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉച്ചയ്ക്ക് 2 മണി മുതൽ സുരാജ് റൌണ്ടിലും സമീപ റോഡുകളിലും വാഹന ഗതാഗതം നിയന്ത്രിക്കും. പുലിക്കളി തീരുന്നതുവരെ ഒരു തരത്തിലുള്ള വാഹനങ്ങൾക്കും സുരാജ് റൌണ്ടിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ട്രാഫിക് പോലീസ് അറിയിച്ചു. കാലടി പ്ലാന്റേഷനിൽ കാട്ടാന കാർ ആക്രമിച്ചു. ഞായറാഴ്ച രാത്രി കുളിരാന്തോട്ടിൽ വെച്ചാണ് സംഭവം. പൂതംകുറ്റി സ്വദേശി ജോയിയുടെ കാർ ഭാഗികമായി തകർന്നു. കാറിലുണ്ടായിരുന്ന ജോയിയും സുഹൃത്തുക്കളും രക്ഷപ്പെട്ടു. പ്ലാന്റേഷനിലെ വാച്ചർക്കൊപ്പമാണ് പൂതംകുറ്റി സ്വദേശികളായ 3 സംഘം പ്ലാന്റേഷനിൽ എത്തിയത്. വളവിൽ നിന്നിരുന്ന കാട്ടാന കാറിന് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ബോണറ്റിൽ കാൽവെച്ച കാട്ടാന മുന്നിലെ ഗ്ലാസ് കുത്തി. കാറിലുണ്ടായിരുന്ന 3 പേർ കാറിൽ നിന്നും ഇറങ്ങിയോടി. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഏഴാറ്റുമുഖത്ത് നിന്നും RRT സംഘമെത്തി ആനയെ തുരത്തി കാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. 2 ആഴ്ച മുൻപ് ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കാട്ടാന ആക്രമിച്ചിരുന്നു. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാനെത്തിയവരും തമ്മിൽ ബാറിന് പുറത്തുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ മാള പോലീസ് കേസെടുത്തു. ബാർ മാനേജർ മേലടൂർ സ്വദേശി തുണ്ടിയിൽ വീട്ടിൽ പ്രദീപ് നൽകിയ പരാതിയിലാണ് കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സോഡയ്ക്ക് തണുപ്പില്ലെന്ന് പറഞ്ഞ് ബാറിലെ വെയിറ്റർ ജിജുവിനെ കൈകൊണ്ട് മുഖത്തടിച്ച ശേഷം പുറത്തിറങ്ങിയവർ ലൈറ്റ് പൊട്ടിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തപ്പോൾ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ബാർ മാനേജർ നൽകിയ പരാതി. ബാർ ജീവനക്കാരായ റോബിൻ, അരുൺ, വിനയൻ, ഷമീർ എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ബാറിനകത്തുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് പിന്തുടർന്നെത്തിയ ജീവനക്കാർ ബാറിന് പുറത്തുവെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ പരിക്കേറ്റ കുരുവലേശ്ശേരി സ്വദേശി അനുരാഗ്, മൂന്നുമുറി സ്വദേശി സനീഷ് എന്നിവരുടെ പരാതിയിൽ പറയുന്നു. ഇവരുടെ പരാതിയിൽ ബാർ ജീവനക്കാരായ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബിദിനാഘോഷത്തിൽ പങ്കെടുത്തത്. നാടകം വിവിധ പരിപാടികളാണ് നബിദിനത്തോടനുബന്ധിച്ച് നടന്നത്. മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് വിവിധ ഘോഷയാത്രകളും കലാപരിപാടികൾ, മൗലീദ് പാരായണം, അന്നദാനം എന്നിവയുമുണ്ടായി. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നബിദിനം ആഘോഷിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച വർണ്ണാഭമായ നബിദിന റാലി ചേരമാൻ മസ്ജിദിൽ സമാപിച്ചു. തുടർന്ന് മഹല്ല് പ്രസിഡന്റ്
എൻ എ റഫീഖ്, മഹല്ല് സെക്രട്ടറി CY സലീം, മഹല്ല് ഇമാം ഡോക്ടർ സലീം നദ്വി എന്നിവർ ചേർന്ന് പതാക ഉയർത്തി. മഹല്ല് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പ്രാർത്ഥനയ്ക്കും മിലാദ് സന്ദേശത്തിനും നേതൃത്വം നൽകി. വിവിധ മസ്ജിദുകളിലെ ഇമാമുമാരുടെ നേതൃത്വത്തിൽ മൗലിദ് പാരായണം നടന്നു. മഹല്ല് വൈസ് പ്രസിഡന്റ് KS മുഹമ്മദ് ബഷീർ, ട്രഷറർ BA ഇബ്രാഹിം, ജോയിന്റ് സെക്രട്ടറി PI ബഷീർ, AK നവാസ്, നൌഷാദ് അറക്കൽ, MM സുനീർ എന്നിവർ സംസാരിച്ചു. കളത്തോട് കൃഷ്ണാപുരം മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. മഹല്ല് ചീഫ് ഇമാം ഷൌക്കത്ത് അലി സഖാഫി നബിദിന സന്ദേശം നൽകി. മേഖലയിലെ മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തിയ റാലിയിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മഹല്ല് ഭാരവാഹികൾ എന്നിവർ അണിനിരന്നു. AS ഹമീദ് ഹാജി, ഷൌക്കത്ത് അലി സഖാഫി, PS നിസാർ, സലാഹുദ്ദീൻ ഹക്സനി, ബഷീർ സഖാഫി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ മാസ്ക് ഉപയോഗം നിർബന്ധമാക്കി. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി പ്രഖ്യാപിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്. രാവിലെ 10 മുതൽ 7 വരെ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കാവൂ. പക്ഷികൾ കടിച്ച പഴങ്ങൾ ഭക്ഷിക്കരുത്. സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ പാടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മദ്രസയും ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കരുത്. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24-കാരനാണ് കഴിഞ്ഞ ദിവസം നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക ലിസ്റ്റിൽ ഉള്ളത്. നിപ ലക്ഷണങ്ങളുള്ള 5 പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ ബംഗാളി നടിയുടെ രഹസ്യമൊഴി ഈ ആഴ്ച രേഖപ്പെടുത്തും. കൊൽക്കത്തയിലെ ആലിപ്പൂർ സെഷൻസ് കോടതി മുൻപാകെയാണ് ഹാജരാകുക. അവിടെ നിന്ന് എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഓൺലൈൻ വഴിയാകും രഹസ്യമൊഴി നൽകുക. കൊച്ചിയിൽ വന്ന് മൊഴി നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് പരാതിക്കാരി അറിയിച്ചതിനെ തുടർന്നാണ് പുതിയ ക്രമീകരണം. ഇതിനായുള്ള അനുമതി വാങ്ങിയ അന്വേഷണ സംഘം കൊച്ചിയിലെ കോടതി മുഖാന്തരം കൊൽക്കത്തയിലേക്ക് രേഖകൾ അയച്ചു. മലയാള സിനിമയിൽ പുതിയ സംഘടന രൂപീകരിച്ചു. പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന. ആഷിഖ് അബു, അഞ്ജലി മേനോൻ, ലിജോ ജോസ് പെല്ലിശ്ശേരി, രാജീവ് രവി, റീമ കല്ലിങ്കൽ, ബിനീഷ് ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ സംഘടന. ഇത് സംബന്ധിച്ച് സിനിമാ പ്രവർത്തകർക്ക് കത്ത് നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുക്കുവാനുള്ള കൂടിക്കാഴ്ചയും നറുക്കെടുപ്പും ചൊവ്വാഴ്ച നടക്കും. രാവിലെ 10-ന് ദേവസ്വം ഓഫീസിലാണ് കൂടിക്കാഴ്ച. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ദേവസ്വം ഭരണസമിതി മുൻപാകെയാണ് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടത്. ലഭിച്ച 56 അപേക്ഷകളിൽ യോഗ്യരായ 55 അപേക്ഷകർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള കത്തയച്ചു. അപേക്ഷകരുടെ പേരുകൾ വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് ഉച്ചപൂജയ്ക്ക് ശേഷം നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. 30-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. കാപ്പ നിയമം ലംഘിച്ച് ഓണത്തിന് വീട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് സ്വദേശി അരവീട്ടിൽ ശരത് ലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് നിരവധി കേസുകളിൽ പ്രതിയായ ശരത് ലാലിനെ 6 മാസത്തേക്ക് നാടുകടത്തിയത്. നിയമം ലംഘിച്ച് വീട്ടിലെത്തിയതറിഞ്ഞ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI ജെയ്സൺ, CPO ഷെരീഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് വയോധികൻ മരിച്ചു. പള്ളിക്കുന്ന് ചിറമൽ വീട്ടിൽ 70 വയസ്സുള്ള സേവിയറാണ് മരിച്ചത്. മണ്ണമ്പേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വരന്തരപ്പള്ളി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പിന്നണി ഗായകനുള്ള പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ കരുവന്നൂർ പൗരാവലി ആദരിച്ചു. പനംകുളം SNDP ഹാളിൽ നടന്ന അനുമോദന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PK ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ വിദ്യാധരൻ മാസ്റ്റർക്ക് ഉപഹാരം നൽകി. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ, ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ഭാരതൻ, സിനിമാ താരം മനീഷ, സ്വാഗത സംഘം കൺവീനർ K സിദ്ധാർത്ഥൻ, ട്രഷറർ സലിൻ അന്തിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വൈകി ലഭ്യമായ രീതിയാണെങ്കിലും അതൊരു ശരിയായിരുന്നു എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്താൻ. ചാവക്കാട് പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. ഒരുമനയൂർ നോർത്ത് വടക്കുപുറം വീട്ടിൽ പ്രമോദ് ആശാരിയുടെ ഭാര്യ 45 വയസ്സുള്ള സിന്ധുവാണ് മരിച്ചത്.
കോടശ്ശേരി കലിക്കൽക്കുന്നിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. കലിക്കൽക്കുന്ന് സ്വദേശി ചുങ്കത്തുവെട്ടിൽ 55 വയസ്സുള്ള ഗോപിയാണ് മരിച്ചത്. മരോട്ടിക്കുളത്തിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. ചാലക്കുടിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് മൃതദേഹം പുറത്തെടുത്തത്. പ്രശസ്ത യുവ നൃത്ത കലാകാരി മറീന ആന്റണിയുടെ പുതിയ നൃത്തകഥാരൂപമായ ഗംഗയുടെ ആദ്യാവതരണം ചൊവ്വാഴ്ച തൃശൂരിൽ നടക്കും. ഗംഗ എന്ന ദേവാംഗനയുടെ പ്രണയം മനുഷ്യസങ്കല്പത്തിൽ അരങ്ങിലെത്തിക്കുകയാണ് ഗംഗയിലൂടെ മറീന ആന്റണി. പ്രമുഖ നൃത്തകലാകാരൻ RLV ആനന്ദ് ചിട്ടപ്പെടുത്തി നൃത്ത സംവിധാനം ചെയ്ത ഗംഗ അഭിനയ മുഹൂർത്തങ്ങളാലും മുദ്രകളാലും ഏറെ പുതുമകളോടെ ഭരതനാട്യ നൃത്തരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് സംഗീതം നൽകി ആലപിച്ചിരിക്കുന്നത് ഗുരുവായൂർ ഭാഗ്യലക്ഷ്മിയാണ്. വിദേശ രാജ്യങ്ങളിലെ തിരക്കേറിയ നൃത്തകലാകാരിയും തൃശൂർ സ്വദേശിയുമായ മറീന ഒരിടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിലെ അരങ്ങിലെത്തുന്നത്. US-ലെ സാംസ്കാരിക വേദിയായ മിത്രാസ് ആർട്സ് ആണ് തൃശൂരിലെ ഗംഗയുടെ അവതരണത്തിന് വേദിയൊരുക്കുന്നത്. 45 മിനിറ്റ് ദൈർഘ്യമുള്ള അവതരണം കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ വൈകിട്ട് 6:30 അരങ്ങേറും. പ്രവേശനം സൗജന്യമാണ്. സംഘാടകർ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നർത്തകി മറീന ആന്റണി, കൊറിയോഗ്രാഫർ RLV ആനന്ദ്, മിത്രാസ് ആർട്സ് USA ചെയർമാൻ രാജൻ, പ്രസിഡന്റ് ഡോക്ടർ ഷിറാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ കാര പുതിയ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇടവിലങ്ങ് കാര സ്വദേശി തളിക്കുളത്ത് ഇബ്രാഹിം കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ മെയ് 25-ാം തീയതിയായിരുന്നു അപകടം. ദേശീയപാത വാണിയമ്പാറയിൽ ലോറിക്ക് പുറകിൽ കാറിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ചുകയറി. ലോറി ഡ്രൈവർക്കും കാർ യാത്രക്കാരെ 2 പേർക്കുമാണ് പരിക്കേറ്റത്. ആമ്പലൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബാംഗങ്ങൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. കൊടുങ്ങല്ലൂർ ഇടവിലങ്ങിൽ വീടിന് നേരെ ആക്രമണം, ഗൃഹനാഥന് പരിക്കേറ്റു. ഇടവിലങ്ങ് പൊടിയൻ ബസാർ വെള്ളാപ്പള്ളി വേണുവിനെയാണ് ആക്രമിച്ചത്. സാരമായി പരിക്കേറ്റ വേണുവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേണുവിന്റെ കുടുംബാംഗങ്ങളെയും ആക്രമിച്ചതായി പരാതിയുണ്ട്. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിന്മേൽ വേണുവിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവത്തിന്റെ തുടർച്ചയായാണ് ആക്രമണമെന്ന് സൂചനയുണ്ട്. വന്നപ്പോ അവിടെ ഇരിക്കുന്ന എൻ്റെ ആങ്ങള, അപ്പൊ അതിലേ വന്ന് അവിടെ തല്ലി. 3 പേരുണ്ടായി. ഞങ്ങളെ തല്ലി, ചില്ല് പൊട്ടിച്ച് ഒക്കെ ചേച്ചിനെ തല്ലി, വെളിച്ചെണ്ണ മോളെ തല്ലി. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6880 രൂപ, പവന് 55,040 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ബുധനാഴ്ച പുനരാരംഭിക്കും. 3 ഘട്ടങ്ങളിലായാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. തൃശൂർ ജില്ലയിൽ മസ്റ്ററിംഗ് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ. തൃശൂരിൽ 2 ഇടങ്ങളിൽ നിന്നായി 14,883 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ പ്രതികളെ തപ്പി എക്സൈസ്. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പുലിക്കളി ആവേശത്തിലേക്ക് തൃശൂർ. പുലിക്കളി സംഘങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കമായി. ബുധനാഴ്ച നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. കാലടി എസ്റ്റേറ്റിൽ കാട്ടാന കാർ ആക്രമിച്ചു. കാർ ഭാഗികമായി തകർന്നു. കാർ യാത്രക്കാർ ആന വരുന്നത് കണ്ട് പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ രക്ഷപ്പെട്ടു. മാളയിൽ ബാർ ജീവനക്കാരും മദ്യപിക്കാൻ വന്നവരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. പ്രവാചക സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു. മദ്രസകൾ കേന്ദ്രീകരിച്ച് നടന്ന ഘോഷയാത്രകൾ വർണ്ണാഭമായി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.